ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റിനായി കാത്തിരിക്കുന്നത് ഊഴം കാത്തിരിക്കുന്ന രണ്ടുപേരാണ്. അത് പത്മകുമാറും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും. അവർക്കെതിരെയുള്ള കൃത്യമായി തന്നെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തന്നെയുണ്ട് കടകംപള്ളിക്കും അതോടൊപ്പം തന്നെ ഈ പ്രശാന്തിനും വാസവനുമെതിരെ. പക്ഷെ അതൊന്നും കൃത്യമായി തന്നെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ ഇവർ തയ്യാറാകുന്നില്ല, പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. പക്ഷെ അവർക്ക് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അത് എന്തായാലും ഒരു അവസാനം കാണുമല്ലോ. അവസാന ഘട്ടത്തിൽ കോടതികൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ എന്തു വന്നാലും ഇവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അറസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ CPM-നെ കാത്തിരിക്കുന്നതോ ചരിത്രത്തിലേക്ക് ആ പാർട്ടി മറയും. ആ ഒരു അവസ്ഥയിലേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പലർക്കും സംശയം കാണും. പക്ഷെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം 2019 തിരഞ്ഞെടുപ്പ് തന്നെയാണ്. CPM ഒരു സീറ്റിലേക്ക് ചുരുങ്ങുന്നു. പിന്നീട് അവിടെ നിന്ന് കരകയറാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അത് ആ സമയത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഒരു പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നാം എന്താണ് കണ്ടത്? കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാ പാർട്ടി ഗ്രാമങ്ങളിലേക്കും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ഏത് പ്രദേശത്താണ് CPM-നെയും കോൺഗ്രസിനെയും BJP വിഴുങ്ങാതിരിക്കുന്നത്? അവരുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലേക്കും BJP ഇരച്ചു കയറുകയല്ലേ? അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ ചിത്രം തന്നെ വ്യക്തമാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയെല്ലാം തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായി വച്ചിരുന്നോ ആ പ്രദേശങ്ങളിലേക്കെല്ലാം BJPയുടെ വളർച്ച ഉണ്ടായി. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു മണ്ഡലം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും, അത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ഏത് സർവേ ആയാലും ഏത് രാഷ്ട്രീയ നിരീക്ഷകനായാലും പറയുന്നത് എല്ലാ കാലത്തും ആറ്റിങ്ങൽ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തകയാണ്. കൊല്ലം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ആ പ്രദേശത്തെ ഏത് നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാലും ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളായിരുന്നു. ഇന്ന് ആ പ്രദേശങ്ങളിലേക്കെല്ലാം BJP വളർന്നു കയറുകയല്ലേ, പടർന്നു പന്തലിക്കുകയല്ലേ? അതിനുള്ള കാരണം എന്താണ്? പിന്നോക്ക വിഭാഗം വലിയ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ആറ്റിങ്ങൽ. ആ മേഖലയിലേക്ക് വളരുമ്പോൾ തന്നെ കേരളത്തിന്റെ മാറ്റം നമുക്ക് മനസ്സിലാകും. പിന്നോക്കർക്കിടയിൽ ഒരു കാലത്ത് സവർണ വിഭാഗത്തിനിടയിൽ മാത്രം, മുന്നോക്ക വിഭാഗത്തിൽ മാത്രം വളർന്നു നിന്നിരുന്ന BJP ഇന്ന് പിന്നോക്ക സമുദായത്തിലേക്ക് വളരുന്നതിലെ ആറ്റിങ്ങലിൽ കണ്ടത്, ആലപ്പുഴ മണ്ഡലത്തിൽ കണ്ടത്, കൊല്ലത്ത് കണ്ടത്, പത്തനംതിട്ട കണ്ടത്, അങ്ങനെ തെക്കൻ കേരളത്തിലാണ് ഇതിന്റെ കൃത്യമായ ചിത്രം തെളിയുന്നത്. ഭീഷണിയും അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളുടെ കരുത്തിലും കുറച്ചുനാൾ കൂടി മലബാർ മേഖലയിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങ് മലബാർ മേഖലയിൽ 14 സീറ്റുകളിലാണ് എതിരില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചിരിക്കുന്നത്. അവർ പറയുകയാണ് ജനാധിപത്യത്തിന്റെ വിജയമെന്ന്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കണം. ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഒരു നഗരസഭയിൽ പോട്ടെ ഒരു 2000-3000 വോട്ടിലധികം കാണും. പക്ഷെ അവിടെ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിക്കാൻ തയ്യാറായാൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടി. ഇത് കേരളത്തിലെ ജനങ്ങൾക്കും കൃത്യമായി തന്നെ ധാരണയുണ്ട്. പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ ഈ പാർട്ടി ബംഗാളിലും ത്രിപുരയിലും നടപ്പിലാക്കിയത്. ആരെങ്കിലും മത്സരിക്കാൻ വന്നാൽ അതോടൊപ്പം തന്നെ പാർട്ടിക്കെതിരായാൽ കുഴിച്ചു മൂടില്ലേ, ഉപ്പുചാക്കിൽ കുഴിച്ചു മൂടുമെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ കൈയടക്കി വച്ചിരുന്ന 33 കൊല്ലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. അങ്ങനെ 33 വർഷം തുടർച്ചയായി ആ പാർട്ടി ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ എത്ര MLA? ആകെ ഒരു 2-3 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ അവിടെ 33 കൊല്ലം ഭരിച്ച ശേഷം തൃണമൂൽ കോൺഗ്രസ് വന്ന് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ പാർട്ടിയുടെ സീറ്റിന്റെ എണ്ണം എത്രയാണ്? 0. ആ രീതിയിലേക്ക് 200-ൽ നിന്നും 0-ത്തിലേക്കുള്ള ഒരു തിരിച്ചുള്ള വളർച്ചയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പശ്ചിമ ബംഗാളിൽ ഉണ്ടായത്. അതിന്റെ സമീപത്തുള്ള ത്രിപുരയിലും
കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുകയാണ്. അവിടുത്തെ പ്രാദേശിക പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ളവർ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലും ഉണ്ടാകുന്നത്. ആ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നു. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അടിത്തറ തന്നെ പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നില്ല? കാരണം പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ധാർഷ്ട്യത്തോടുകൂടി തന്നെ അതിനെ എതിർക്കുന്ന ഒരു രീതിയാണല്ലോ ഇവിടെ ഉണ്ടാകുന്നത്. ആ മാറ്റം പാർട്ടിയും ജനങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പ്രവർത്തകർ പറയുമ്പോൾ അത് 2019 ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് കണ്ടു. സാധാരണക്കാരായ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു, സ്ത്രീകൾ തെരുവിലിറങ്ങുന്നു. കോടതിയുടെ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അതിനെ മുൻനിർത്തി പോകുമ്പോൾ പോലും നമുക്ക് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് പരിശോധിച്ച് നോക്കാമല്ലോ. അവിടെ ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു വിധി ഉണ്ടാകുന്നു. കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ ജല്ലിക്കെട്ട് അങ്ങ് നിരോധിച്ചു കളയാനല്ല അവിടുത്തെ സർക്കാർ ഇറങ്ങി തിരിച്ചത്. അവര് ജനങ്ങളോടൊപ്പം നിന്നു. ജനങ്ങൾ സംഘടിച്ചപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വിജയം ഉണ്ടാകുന്നത്. അല്ലാതെ ജനങ്ങൾ ഇറങ്ങുമ്പോൾ അവരെ തല്ലി ഓട്ടിച്ച് അവരെ വിരട്ടി മുന്നോട്ട് പോകാമെന്നാണ് ചിലർ ചിന്തിക്കുന്നതെങ്കിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. അത് നമുക്ക് ഈ ശബരിമല പ്രക്ഷോഭത്തോടു കൂടി തന്നെ മനസ്സിലാകും. പല നേതാക്കളും അകത്താകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അങ്ങനെ അകത്താകുകയാണെങ്കിൽ ഇനി നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പത്മകുമാറിനെ വലിയ രീതിയിൽ തന്നെ പാർട്ടി സംരക്ഷിക്കുന്നുണ്ട്. കടകംപള്ളിയെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പ്രശാന്തിനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും പരിധിയുണ്ട്. ആ പരിധിയാണ് നാം 2019 കണ്ടത്. ആ പരിധി ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയുമെന്നത് വ്യക്തമാണ്. കാരണം പല മുനിസിപ്പാലിറ്റികളും ഇപ്പോൾ തന്നെ 2 മുനിസിപ്പാലിറ്റി ഉണ്ട്. അതായത് പന്തളം എങ്ങനെ കിട്ടിയെന്ന് നാം പരിശോധിക്കുമ്പോഴാണ് ഈ ശബരിമല പ്രക്ഷോഭത്തിന്റെ എല്ലാ കേന്ദ്രവും പന്തളമായിരുന്നു. ആ പന്തളത്തിലെ നഗരസഭ ഇന്ന് BJP ഭരിക്കുന്നു. പിന്നീട് പാലക്കാട്, പിന്നീട് നാം പരിശോധിക്കണമെങ്കിൽ വർക്കല, കൊടുങ്ങല്ലൂർ അടക്കമുള്ള പല ഈ മുനിസിപ്പാലിറ്റികളിലും 1-2 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. പഞ്ചായത്തുകൾ പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 10ലധികം പഞ്ചായത്തുകളിലേക്ക് BJPയുടെ വളർച്ച ഉണ്ടാകും. ഇത് BJPയുടെ വളർച്ച ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിൽ നിന്നാണ് BJPയുടെ വളർച്ച ഉണ്ടാകുന്നത്. ഇവരുടെ തെറ്റായ നിലപാടിലൂടെയാണ് അവിടെ BJPക്ക് വളർച്ച ഉണ്ടാകുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് ഇപ്പോൾ BJP അങ്ങ് ഉത്തരേന്ത്യയിൽ ജയിക്കുന്നു, ബീഹാറിൽ ജയിക്കുന്നു, ഉത്തർപ്രദേശിൽ ജയിക്കുന്നു, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ജയിക്കട്ടെ എന്ന് മലയാളികൾ ഒരു കാലത്തും ചിന്തിച്ചിട്ടില്ല. മലയാളികളെ കൊണ്ട് ഇത്തരം ഒരു ഭാഗത്ത് ന്യൂനപക്ഷ പ്രീണനം, അമിതമായ, യഥാർത്ഥ ന്യൂനപക്ഷമല്ല, അവർപ്പോൾ പലയിടങ്ങളിലും ഭൂരിപക്ഷമായി മാറിയ ആ വിഭാഗത്തെ വലിയ രീതിയിൽ പ്രീണിപ്പിക്കുന്നതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, കേരളത്തിലെ ന്യൂനപക്ഷം കാണുന്നുണ്ട്, കേരളത്തിലെ ഭൂരിപക്ഷം കാണുന്നുണ്ട്. അവർ ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും ഉണ്ടാവുക. അതിന് കൂടുതൽ കരുത്തേകുന്നതാണ് അയ്യപ്പ പാളിയുമായി ബന്ധപ്പെട്ട വിവാദം, ഈ അടിച്ചുമാറ്റൽ വിവാദം. ഈ അടിച്ചുമാറ്റൽ വിവാദം അടിയന്തരമായി തന്നെ പരിഹരിച്ചില്ലെങ്കിൽ, കൃത്യമായ രീതിയിൽ ഇവർ പരിഹരിച്ചില്ലെങ്കിൽ അത് പാർട്ടിയെ പൂർണ്ണമായി തന്നെ ഒരു ബംഗാളോ ത്രിപുരയായി മാറാൻ അങ്ങ് 10-15 കൊല്ലമൊന്നും വേണ്ട, ഒരു തെരഞ്ഞെടുപ്പ് മതി. കാരണം ഇപ്പോൾ തന്നെ BJPക്ക് 20% വോട്ടില്ല. അതൊരു 10-15% വർദ്ധിക്കുകയാണെങ്കിൽ ഈ തിരിച്ചടി ഉണ്ടാകും.